വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി കോഴിക്കോട് 3 പേർ പിടിയിലായി. മുഹമ്മദ് അൻഷാദ്, സവാദ്, ആസിഫ് എന്നിവരാണ് പിടിയിലായത്. ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് 22.7 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, എല്ലായിടങ്ങളിലും ലഹരിവേട്ട നടക്കുന്നുണ്ട്, എല്ലാ ദിവസവും എന്നോണം. ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുതിയ വാർത്ത, ഇതിപ്പോൾ 22.7 ഗ്രാം കഞ്ചാവാണ്, അതും വാടക വീട്ടിൽ. ഈ വീട് കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന സംഘമാണോ ഇവർ? പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. വാടക വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നു എന്നുള്ള ആ വിവരവും പോലീസിന് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധന നടത്തിയത്. പോലീസിന്റെ പട്രോളിങ്ങിനിടയിലാണ് 3 പേരെ സംശയാസ്പദമായി കാണുകയും തുടർന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും അതിനുശേഷം പിന്നീട് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്കും അന്വേഷണ ഉദ്യോഗസ്ഥരെത്തിയത്. കുന്നമംഗലം പോലീസാണ് ഈ വീട്ടിലെത്തിക്കൊണ്ട് പരിശോധന നടത്തിയത്. ആ വേളയിലാണ് 22.7 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. ഇത് കോഴിക്കോട് NIT കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിൽപ്പന നടക്കുന്നുണ്ട്. അത് അതിഥി തൊഴിലാളികളെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിൽപ്പന നടക്കുന്നത്. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത്. കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള 2 പേരും, കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായിട്ടുള്ള സവാദ്, അതുപോലെ കട്ടങ്ങൽ സ്വദേശിയുള്ള ആസിഫ് എന്നിവരും, അതുപോലെ തന്നെ മലപ്പുറം പൊന്നാനി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അൻഷാദ് എന്നിവരെയുമാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവർക്ക് ഈ വലിയ രീതിയിൽ അയൽ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ചും ബംഗളൂരിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിൽ കഞ്ചാവ് എത്തിച്ചുകൊണ്ടാണ് ഇവർ വിൽപ്പന നടത്തുന്നത് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കുന്നമംഗലം പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും.